ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പഴയ ഇതുപോലത്തെ ടീഷർട്ടുകളുണ്ടെങ്കിൽ എടുത്തു വെച്ചോളൂ, നമുക്ക് അടിപൊളി ഒരു ക്രാഫ്റ്റ് ചെയ്യാം. ഇത് ഞാനിപ്പം ആ ഒരു സ്ലീവിൻ്റെ അവിടെ നിന്ന് കട്ട് ചെയ്തെടുത്ത പോർഷനാണ്. ഇതുപോലത്തെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു 2-3 പീസസ് എടുത്ത് വെക്കുക. ടർക്കി ആണെങ്കിൽ ഏറ്റവും നല്ലത്, ടർക്കി പീസ് ആണെങ്കിൽ. അല്ലെങ്കിൽ നമുക്ക് കോട്ടൻ്റെ ടീഷർട്ട്സ് യൂസ് ചെയ്യാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ചട്ടിയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിക്സ് ചെയ്യാനായിട്ടൊരു പാത്രം. പിന്നെ നമ്മളിതിൽ യൂസ് ചെയ്യുന്നത് സിമെൻറ്റാണ്. സിമെൻറ്റ് ഇതിപ്പം ഒരു കിലോ മിച്ചമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്കിത് വെച്ചിട്ടൊരു 3-4 ഐറ്റംസ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ കുറച്ച് പോർഷൻ ഇതിലേക്ക് കുടഞ്ഞിട്ടിട്ടുണ്ട്. ഇനി നമുക്കത് വെള്ളമായിട്ട് മിക്സ് ചെയ്യണം. കട്ടയൊന്നും ഇല്ലാതെ വേണം നമുക്കത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ ഒത്തിരി ലൂസായും പോകരുത്, എന്നാലത് കട്ടയായിട്ടുള്ള കൺസിസ്റ്റൻസിയും ആയിരിക്കരുത്. ഈ ഒരു പാകത്തിൽ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സൊല്യൂഷനിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ടീഷർട്ടിൻ്റെ പീസസ് ഞാൻ മുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് എല്ലാ ഏരിയയിലും അത് നന്നായിട്ട് മിക്സ് ആവണം. അതുപോലെ കണ്ടോ, കൈയൊക്കെ ആകെ വൃത്തികേടാവും. ചിലവർക്ക് സിമെൻറ്റിൻ്റെ അതുകൊണ്ട് നമുക്ക് അലർജിക്ക് ആകാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ചിലവർക്ക് ഇങ്ങനെ സ്കിൻ പീൽ ഔട്ട് ആയിട്ട് വരും. അതുകൊണ്ട് ഗ്ലൗസ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇതുപോലെ ഞാൻ ഫുള്ള് കവറപ്പ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പഴയ കുറേ പാട്ടകളാണ്. പാട്ടകൾ അല്ലെങ്കിൽ ഇതുപോലെ ഹൈറ്റുള്ള കുറേ പാത്രങ്ങൾ. അപ്പം ഞാനിപ്പോൾ ഒരു വലുതും ഒരു ചെറുതും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ ആ ഒരു കോൺക്രീറ്റ് മുക്കി പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന ആ ഒരു ടീഷർട്ടിൻ്റെ പീസ് താഴോട്ട് ഇങ്ങനെ മേളിൽ നിന്ന് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ഇടുമ്പോൾ തന്നെ അത് നന്നായിട്ട് അറേഞ്ച് ചെയ്ത് നല്ല ഭംഗിയിൽ വരുന്ന രീതിയിലാണ് നമുക്കിത് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഇത് ഡ്രൈ ആയിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അത് സെറ്റായി പോകത്തില്ല. ഇപ്പം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അതെ, ഇത് ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് നല്ല അടിപൊളി ഒരു ഫ്ലവർ പോട്ട് പോലെയായിട്ടായിരിക്കും ഇരിക്കുക. അപ്പോൾ നമ്മൾ ഇപ്പം ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ലെയേഴ്സൊക്കെ കറക്റ്റ് ചെയ്ത് വേണം കൊടുക്കാൻ. അല്ലെങ്കിൽ അത് ഉണങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ഈ ഡ്രെയിനേജിനുള്ള ചെറിയ 1-2 ഹോൾസ് ഇട്ടേക്കണം, അല്ലെങ്കിൽ നമുക്ക് ഉണങ്ങിക്കഴിഞ്ഞാൽ പറ്റത്തില്ല. ഞാനപ്പോൾ അത് ഒരെണ്ണം കൂടെ അങ്ങനെ ചെയ്യുവാണ്. എനിക്കിപ്പോൾ സിമെൻറ്റ് രണ്ടാമത്തെ പ്രാവശ്യം എടുത്തപ്പോഴത്തേക്ക് തേഞ്ഞില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ എടുത്ത് മിക്സ് ചെയ്ത് കൊടുത്തു. അതിൽ ഫുള്ളാക്കിയിട്ട് ഒരേ ഹൈറ്റിലുള്ള 2 പാട്ട വെച്ചിട്ട് ആണ് ഇതിന് ഇട്ട് കൊടുത്തത്. അതാകുമ്പോഴത്തേക്ക് പാരലായിട്ട് നല്ല കറക്റ്റായിട്ട് നമുക്ക് നേരെ ഇരിക്കുന്ന ഒരു വേസായിരിക്കും കിട്ടുക. അപ്പം ഞാൻ എൻ്റെ കൈ കഴുകിയിട്ട് നാളെ ഇത് ഉണക്കിയിട്ട് കാണിക്കാം കേട്ടോ. അപ്പം നമ്മൾ ഇന്നലെ ഉണങ്ങാൻ വെച്ചിട്ടുള്ള ആ 2 വേസും നന്നായിട്ട് ഉണങ്ങി സെറ്റായിട്ടുണ്ട്. ഞാനത് ഡ്രെയിനേജ് ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൽ നിന്നൊന്ന് ഇളക്കിയെടുക്കണം. കുറച്ച് പണിയാണ്. അതിന് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് വെള്ളമൊക്കെ ഒഴിച്ച് നനച്ച് കൊടുക്കണം കേട്ടോ. ഇത് ഇളക്കുന്നതിന് മുമ്പ് നമ്മൾ പിറ്റേ ദിവസം തന്നെ വെള്ളം നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം. എന്നാലേ ഉള്ളൂ നല്ലതായിട്ട് സ്ട്രോങ് ആയിട്ടിരിക്കുകയുള്ളൂ. നമുക്കിനി രണ്ടാമത്തെയും കൂടെ, ഇതിനിപ്പം അൺബോക്സിംഗ് എന്ന് പറയാൻ പറ്റത്തില്ല, എന്തായാലും നമുക്കത് പൊളിച്ചെടുക്കാം. ഇതാ അത് പോന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അടിപൊളി 2 വേസ് കിട്ടിയിട്ടുണ്ട്. ഇത് റോ ആയിട്ട് നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പെയിൻറ്റ് ചെയ്തില്ലെങ്കിലും നല്ല ഭംഗിയുണ്ട് കണ്ടോ. നമുക്കിത് ഫ്ലവർ പോട്ടായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്ലവർ വേസായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കാനായിട്ട്, ക്രാഫ്റ്റ് ഐറ്റത്തിൻ്റെ നമുക്ക് ചാട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാനൊക്കെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ 2 വേറെ ചട്ടിയും കൂടി ചെയ്തു കേട്ടോ. കുറച്ച് വലുപ്പത്തിലുള്ളത്. ഇതിലെനിക്ക് സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കാൻ യൂസ് ആവുമെന്ന് എനിക്ക് തോന്നുന്നു, ചാർട്ട് പേപ്പറൊക്കെ ഇട്ട് വയ്ക്കാനായിട്ട്. അതുപോലെ ഒരു ചട്ടി, ഞാൻ നമ്മുടെ സിമെൻറ്റ് കലക്കി ചട്ടിയില്ലേ അത് വെച്ചിട്ട് ചെയ്തതാണിത്. പക്ഷേ ചട്ടി അതിൽ നിന്ന് ഇളകി പോകുന്നില്ല. എന്തായാലും ഒരു പൊട്ടിയ ചട്ടിയായിരുന്നു, അതുകൊണ്ട് ഞാനത് അവിടെ ഇരിക്കട്ടെ എന്ന് തന്നെ വെച്ചു. ഇനി നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഇനാമൽ പെയിൻ്റാണ് എടുത്തിരിക്കുന്നത്. ഇത് കുറച്ച് പഴക്കമുള്ള പെയിൻ്റാണ്. ഇത് ഞങ്ങളുടെ വീടിൻ്റെ പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചിരുന്ന പെയിൻ്റായിരുന്നു. അതുകൊണ്ട് എന്താവും എന്നറിയത്തില്ല. എന്തായാലും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാമെന്ന് പ്ലാൻ ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു ഇത് ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്യുന്നതിലും ഈസി സ്പ്രേ പെയിൻ്റ് ആകുമെന്ന്. കാരണം ഈ ഗ്യാപ്സിലൊക്കെ ഫില്ല് ചെയ്യുന്നത് കുറച്ച് ടഫാണ്. ഭയങ്കര സ്ട്രെയിൻ ചെയ്യേണ്ടി വരും നമ്മൾ. സ്പ്രേ പെയിൻ്റാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ഒരുവിധം ഞാൻ ഒരെണ്ണം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്.
അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല, എങ്കിലും ഉണങ്ങുമ്പോഴത്തേക്ക് ഓക്കെ ആവുമെന്ന് കരുതുന്നു. നോക്കാം. അപ്പോൾ നമ്മുടെ ചട്ടി ഉള്ളിലുള്ള ചട്ടി നമുക്കൊന്നും കൂടെ പെയിൻറ്റ് ചെയ്ത് നോക്കാം. അത് കുറച്ചുകൂടെ സ്മൂത്താണ് കേട്ടോ. അതുപോലെ അതിൻ്റെ ചുവട് നല്ല റൗണ്ട് ഷേപ്പ് ആയതുകൊണ്ട് അധികം ഈ ചെറിയൊരു നമ്മുടെ അടുങ്ങി കിടക്കുന്ന ആ ഒരു സംഭവം കുറവാണ്. അതുകൊണ്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചട്ടിയിൽ ഞാൻ ഗോൾഡ് കളറ് അക്രിലിക്കിൻ്റെ ഇനാമൽ പെയിൻ്റാണ് അടിച്ചു കൊടുക്കുന്നത്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന പെയിൻറ്റ്, പക്ക ഗോൾഡ് കളറ്. ഇതാണ് അക്രിലിക് ബ്രൈറ്റ് എന്ന് പറഞ്ഞിട്ട്. ഇതൊക്കെ പഴയ പെയിൻറ്റ്സ് ആണ് കേട്ടോ. അപ്പം എന്തായാലും നമുക്ക് പെയിൻറ്റ് വേണം, അപ്പോൾ ഇതെല്ലാം യൂസ് ചെയ്യാമെന്ന് കരുതുന്നു. അപ്പോൾ ഞാൻ ഇതിൽ ഒന്ന് ഫുൾ സ്ട്രോക്ക് ആയിട്ട് കൊടുക്കുന്നില്ല. ഇത് നല്ല സ്മൂത്ത് ബ്രഷ് വെച്ചിട്ട് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ ഫുള്ളി ഗോൾഡ് അപ്ലൈ ചെയ്യുന്നില്ല, ആ ചെറിയ ചെറിയ ഫ്ലാറ്റ് ആയിട്ടുള്ള ഏരിയാസിൽ മാത്രം ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വേസ് നമുക്ക് ആഷും ഗോൾഡും കോമ്പിനേഷനിലാണ് ഞാൻ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ആഷിൻ്റെ ആ ഒരു കളറ് നല്ല ഭംഗിയുണ്ട്. അതാ ഇങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് ഇരിക്കുന്നത്. ഇനി നമ്മുടെ ഒരു വൈറ്റ് കളർ പെയിൻറ്റ് ഞാൻ ആദ്യമേ അപ്ലൈ ചെയ്ത് കൊടുത്തിരുന്നില്ലേ, ഞാൻ പറഞ്ഞില്ലേ പെയിൻറ്റ് അഴുക്കാണെന്ന്, അത് സത്യമായിരുന്നു. അതുകൊണ്ട് ഞാൻ അതൊന്നും കൂടെ ഗോൾഡ് കളർ പെയിൻറ്റ് അടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ആ വൈറ്റ് പെയിൻറ്റ് ശരിക്കും പണി തന്നു. അത് ഡ്രൈ ആവത്തേ ഇല്ലായിരുന്നു. നമ്മുടെ ഇതിൽ ഇനി ഇനാമൽ പെയിൻറ്റ് ഇതിൽ പിടിക്കാത്തതാണോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും പണി പാളി. സോ ഞാനൊന്നും കൂടെ ഡബിൾ പണി ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ പെയിൻറ്റിങ് എല്ലാം കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി നമുക്കതിൻ്റെ എല്ലാം 3 എണ്ണത്തിൻ്റെ ഞാനാണ് പെയിൻറ്റ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ നമുക്കതിൻ്റെ ഫൈനൽ ലുക്കൊന്ന് നോക്കാം. ഇതാണ് ഗോൾഡ് കളർ ചെയ്തത്. അതിൻ്റെ അകത്ത് ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. നമുക്ക് ഒരു ഹാഫ് പോർഷൻ വരെ ചെയ്യാവുന്നതാണ്. ഞാൻ എന്തായാലും അത് ചെയ്തിട്ടില്ല. ഇതാണ് നമ്മൾ ഒരു ആഷ് കളറും ഗോൾഡും കൂടെ ചെയ്തതാണ്. പല കളേഴ്സിൻ്റെ കോമ്പിനേഷൻസും നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് ഞാൻ ആക്രിലിക് പെയിൻറ്റ് ജസ്റ്റ് വൈറ്റ് മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ നമ്മുടെ ടീഷർട്ട് വെച്ചിട്ടുണ്ടാക്കിയ ചട്ടി? അപ്പോൾ നിങ്ങളെല്ലാം വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോയുമായി കാണുന്നതുവരെ ബായ്.